രാവിലെ സമയത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ലോകത്തിന്റെ നടുവിൽ ദൈവം ഞങ്ങളുടെ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. എന്നാൽ അതിന്റെ ഒക്കെ നടുവിൽ ഞങ്ങളെ അതിശയമാനിൽ പരിപാലിച്ച ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ആളാമൃതിയായും കുടുംബമായി സഭയായി പരിപാലിച്ചല്ലോ, ഞങ്ങളെ പോറ്റിയല്ലോ, പുലർത്തിയല്ലോ. എല്ലാത്തിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഉയർപ്പിന്റെ രാവിലെ സമയം പ്രാർത്ഥനയോടെ തിരുസന്നിധി വന്നിരിക്കുന്നു. ഞങ്ങളോട് കണ്ണ് കാണിക്കണമേ. ഇന്ന് രാവിലെ കാലം സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി സമർപ്പിക്കുന്നു. അതാത് ഭവനങ്ങളിൽ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെ കാല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി കർത്താവിനെ ആരാധിക്കുന്ന സകല ഭക്തന്മാരെ അനുഗ്രഹിക്കുമ്പോൾ ചെറിയ കൂട്ടമായി വന്നിരിക്കുന്ന അടിയങ്ങളെ അനുഗ്രഹിപ്പാൻ കൃപ തോന്നണമെന്ന് അടിയങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുന്നു. ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവേ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് ആശ്വാസവും വിടുതലും കൊടുത്തതിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെ ഈ അത്ഭുതത്തിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇന്ന് പൽക്കാലത്ത് വിശുദ്ധ ആരാധനയിൽ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ആദ്യോടൊന്നും കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തണമേ. ശുശ്രൂഷകളെ തിരുമേനി മാനിക്കേണ്ടതിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടി ആരാധിപ്പാൻ കൃപ വന്നാട്ട്, അഭിഷേകത്തോടെ പാടുവാനാ ഞങ്ങളെ ശക്തീകരിച്ചാട്ട്. കർത്താവ് പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. എന്നാലെയുമെന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. എന്നാലെയുമെന്നും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ആമേൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാൻ എന്നും ഓടും ഞാൻ. ആമേൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാൻ എന്നും ഓടും ഞാൻ. ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ
എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർത്ത് പ്രിയനായി വേല ചെയ്യും ഞാൻ. ആമേൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർത്ത് പ്രിയനായി വേല ചെയ്യും ഞാൻ. ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമമാന ശോധനയിലും താഴ്വീണു പോകാതെ, യോർദാൻ സമമാന ശോധനയിലും താഴ്വീണു പോകാതെ, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തു പാലിക്കും സ്നേഹമാശ്ചര്യം. ആമേൻ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന ആമേൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി. ओ प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. हालेलुया. प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. छुटकारा पाए हमेशा हमेशा, छुटकारा पाए हमेशा. आराधना में है छुटकारा, आराधना में चंगाई, आराधना में है छुटकारा, आराधना में चंगाई. शरीर देह आत्मा में शांति आनंद देता है प्राण से प्यारा प्रभु. शरीर देह आत्मा में शांति आनंद देता है प्राण से प्यारा प्रभु. आमेन. प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. हालेलुया. प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. छुटकारा पाए हमेशा हमेशा, छुटकारा पाए हमेशा. प्रार्थना करो निरंतर, प्रार्थना करो विश्वास से, प्रार्थना करो निरंतर, प्रार्थना करो विश्वास से. धर्मी जान की प्रार्थना, विश्वास की प्रार्थना खोलती है सारे बंधन को. धर्मी जान की प्रार्थना, विश्वास की प्रार्थना खोलती है सारे बंधन को. आमेन. प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. हालेलुया. प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. छुटकारा पाए हमेशा हमेशा, छुटकारा पाए हमेशा. ओ प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. हालेलुया. प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है. छुटकारा पाए हमेशा हमेशा, छुटकारा पाए हमेशा हमेशा, छुटकारा पाए हमेशा हमेशा, छुटकारा. हालेलुया. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Hallelujah. Nandiyod. Hallelujah.
സർവശക്തനെ നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു യേശുവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി വീണ്ടും നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കർത്താവിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാമല്ലോ. കഴിഞ്ഞുപോയ ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ അത്ഭുതകരമായ നിലയിൽ പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു, നമ്മെ പോറ്റി, നമ്മെ പുലർത്തി. ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാം. എണ്ണിയാ തീരാത്ത ഉപകാരങ്ങളും നന്മകളും നൽകി തന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അത് നമ്മെ വ്യക്തിപരമായി, നമ്മെ കുടുംബമായി, സഭയായി ദൈവം നമ്മെ പരിപാലിച്ച ദൈവ സ്നേഹത്തിനായി ദൈവത്തോട് നന്ദി പറയാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതേ രാവിലെ സമയം കർത്താവിന്റെ ദയയെ കുറിച്ച് ചിന്തിപ്പാനായി ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ രാവിലെ കാലൊരു പുതിയ അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് പകരട്ടെ. ഹല്ലേലൂയ. സമ്പൂർണമായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. രാവിലെ കാലത്ത് വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളായി കർത്താവിനെ ആരാധിക്കുന്ന സകല ഭക്തന്മാരെ അനുഗ്രഹിക്കുമ്പോൾ നമ്മെ ദൈവം അനുഗ്രഹിച്ച് പറഞ്ഞേപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ വിശ്വാസങ്ങൾക്കായി നന്ദി പറയുന്നു, വിശ്വാസങ്ങൾക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ ജിഫി കേൾക്കാമോ? അനുഗ്രഹത്തിനായി ജിഫി പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രാർത്ഥിക്കും. ഈ രാവിലത്തെ സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് ആരാധിക്കുവാനും കൃപ സ്തുതിക്കുന്ന പിതാവ്. കർത്താവ് പലവർക്കും കർത്താവ് ഈ ഒരു അവസരം കർത്താവ് നീ ഞങ്ങൾക്ക് തന്ന ഒരു സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. നിന്റെ മേലുണ്ടായിരുന്ന ആ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. ഞങ്ങൾ ഓരോ കുടുംബങ്ങളും നിന്റെ പ്രാർത്ഥിക്കുന്ന പിതാവ്. കർത്താവ് അടിയുടെ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് സഭയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പിതാവ്. വിടുവിക്കുന്ന പിതാവ്, ബലപ്പെടുത്തുന്ന പിതാവ്. അഭിഷേകം ഞങ്ങൾ എല്ലാവരും നിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പിതാവ്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവ്, വിടുവിക്കുന്ന പിതാവ്. അപ്പൊ നീ ഞങ്ങളോട് കരുണ തോന്നിയ ആ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്, വിടുവിച്ച് ആ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവ്. നിന്റെ കൃപ ഉണ്ടായിരുന്ന കർത്താവ്. ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് കൊറോണയുടെ വൈറസിന്റെ കർത്താവ് മഹാമാരിയിൽ നിന്നും വിടുവിച്ച് ആ സ്തോത്രം ചെയ്യുന്ന പിതാവ്. നിന്റെ കൃപ ഉണ്ടായിരുന്ന ആ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. കർത്താവ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളെല്ലാവരും കർത്താവ് നീ ചുരുങ്ങിൽ മറിച്ച് ആ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കർത്താവ് നീ മറിച്ച് ആ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കർത്താവ് നിന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്ന വിടുവിക്കണ പിതാവ്. നിന്റെ കരങ്ങളെ കർത്താവ് ഓരോ പ്രാർത്ഥന വിഷയങ്ങളും നിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവ്. അഭിഷേക ആരാധന ആദ്യം മുതൽ അവസാനം വരെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവണ പിതാവ്. അഭിഷേകന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്ന പിതാവ്. നല്ല പാട്ടുകൾ തരണ കർത്താവ്, നല്ല തരണ കർത്താവ്. അതാവ് നല്ല സാക്ഷ്യങ്ങൾ തരണ കർത്താവിന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്ന വിടുവിക്കണ പിതാവ്, ബലപ്പെടുത്തണ പിതാവ്. അഭിഷേകന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിന്റെ കർത്താവ് ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവ്. നിന്റെ കർത്താവ് സാന്നിധ്യം ഉണ്ടാവുന്ന ആ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. വിടുവിക്കണ പിതാവ്, ബലപ്പെടുത്തണ പിതാവ്. കർത്താവ് രോഗികളെ നിന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്ന പിതാവ്. വിടുവിക്കുന്ന ആ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. പിതാവ് നിന്റെ ശേഖരണ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണ പിതാവ്. കർത്താവ് താങ്ക് യു ഫോർ ബീയിങ് ജഹോവ ജൈറ ലോർഡ് അബ്ബ പിതാവ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളെ പ്രാർത്ഥിക്കുന്നു, വിടുവിക്കണ പിതാവ്. അപ്പാ സ്തോത്രം ചെയ്യുന്ന പിതാവ്. ആരാധന ഓരോ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പിതാവ്. വിടുവിക്കണ പിതാവ്, ബലപ്പെടുത്തണ പിതാവ്, ശക്തീകരിക്കണ പിതാവ്. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. ഹല്ലേലൂയ. കർത്താവെ വചനം പറയുന്ന ദേവദാസനെ നിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പിതാവ്. വിടുവിക്കണ പിതാവ്, ബലപ്പെടുത്തണ പിതാവ്. ഇന്നത്തെ വചനം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പിതാവ്. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. അടികളെ പ്രാർത്ഥന കേൾക്കുന്ന സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന പിതാവ്. യേശുവിന്റെ അധികാരമുള്ള നാം കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. ബാവർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്തോത്രം കർത്താവേ. ക്രിസ്തുവിന്റെ രാവിലെ സമയത്തിനായി സ്തുതിക്കുന്ന പശ്ചാത്തലം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. കൊണ്ട് കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. അവിടുത്തെ സ്തുതിപ്പാൻ കർത്താവേ, വിശ്വാസം അവിടുത്തെ ആരാധിപ്പാൻ കർത്താവേ കൊടുക്കുന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കർത്താവേ നിങ്ങൾക്ക് അവിടുത്തെ ഭദ്രമായ ചിറങ്കിൽ അവിടുത്തെ കാത്തു പരിപാലിച്ചു. തിരക്കേറിയ പട്ടണത്തിൽ കർത്താവേ, സ്തോത്രം കർത്താവേ. രോഗങ്ങളെ കൊണ്ട് കർത്താവേ, സ്തോത്രം കർത്താവ്. പ്രയാസങ്ങൾ പ്രതികൂലങ്ങളെ കൊണ്ട് നിറഞ്ഞ ദേശത്ത് കർത്താവേ ദീപാന്മാരുടെ ദൈവരോട് ദാനം ചെയ്തു അതിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. അവിടുന്ന് നടത്തിയ വിവരങ്ങളെ ഓർത്ത്
സ്തുതിപ്പാൻ മോഹത്തപ്പെടുത്തുവാൻ കർത്താവ് ഇന്ന് പൽക്കാലം കർത്താവിടെ സല്ലായിരിക്കുന്ന കർത്താവ് അവിടുന്ന് വീണ്ടും കർത്താവ് നിങ്ങളെ സഹായിക്കണമേ. സ്തോത്രം 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 കർത്താവ്. സഭയാം കുടുംബങ്ങളെ ദൈവമേ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ്. സ്തോത്രം കർത്താവ്. ദൈവസ്ഥാനത്താണെങ്കിൽ ഓരോരുത്തരും കർത്താവ് ഏൽപ്പിക്കുന്ന കർത്താവ്. സ്തോത്രം കർത്താവ്. ഇന്ന് പൽക്കാലം കർത്താവ് വിടുതലിന്റെ പാലാവാൻ കർത്താവിന്റെ കൃപ ചെയ്യണമേ കർത്താവ്. സ്തോത്രം 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 കർത്താവ്. ആരെങ്കിലും ഇന്ന് പൽക്കാലം രോഗികളായി ആയിരിക്കുന്നു കർത്താവ്, ഇന്ന് ദൈവമേ സ്തോത്ര ആരാധന തീരുന്നതിന് മുമ്പ് കർത്താവ് വിടുതലാവാൻ കർത്താവിന്റെ കൃപ ചെയ്യണമേ. വിഷയങ്ങൾ നമുക്ക് ദൈവമേ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ കർത്താവ് വിടുതലും ആശ്വാസം നൽകി ദൈവമേ സഹായിക്കണമേ കർത്താവ്. സ്തോത്രം 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 കർത്താവ്. ആരാധന കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പാടുവാനും പ്രാർത്ഥിക്കാനെല്ലാം ബലപ്പെടുത്തിയല്ല കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം തന്ന ആട്ട് കർത്താവ്. സങ്കീർത്തനം കൂടി കർത്താടികളോട് വിട്ട ആട്ട് കർത്താവ്. സ്തോത്രം കർത്താവ്. നല്ല സാക്ഷികളെ പ്രബോധനങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കണം കർത്താവ്. സ്തോത്രം കർത്താവ്. പ്രത്യാൽ കർത്താവ്. സ്തോത്രം 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 കർത്താവ്. അവിടുത്തെ പ്രത്യേക കൂടി കർത്താവ്. അവിടുത്തെ മാറ്റമില്ലാത്ത ആലോചനകളോട് അറിയിച്ചാട്ട് കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവാൻ മുഴുവനാവാൻ കർത്താവ് ഇടയാക്കിയാട്ട് കർത്താവ്. ദേശത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദേശത്ത് കർത്താവ് ായിരിക്കുന്നു കർത്താവ്. അനേകം മാതാപിതാക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു കർത്താവ്. അവിടുന്ന് കരുതണമേ സഹായിക്കണം കർത്താവ്. വീണ്ടും അടിയങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്. ഈ ദേശത്തോട് മനസ്സലിയണമേ, ഈ ലോകത്തോട് മനസ്സലിയണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. ഈ ജനത്തെ വിടുവിക്കണമേ. സ്തോത്രം സ്തോത്രം കർത്താവ്. അവിടുത്തെ കരത്തിനായി ഏൽപ്പിക്കുന്ന കർത്താവ്. അവിടുന്ന് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ്. അവിടുത്തെ കരങ്ങൾ അടിനെ വീണ്ടും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് 103-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യങ്ങളായി വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. 103-ാം സങ്കീർത്തനം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയാ ആമേൻ, ഹല്ലേലൂയാ ആമേൻ, ഹല്ലേലൂയാ ആമേൻ, ഹല്ലേലൂയാ ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ ईशु पवित्र है, ईशु पवित्र है, ईशु पवित्र है, मेरा ईशु पवित्र है. हालेलुया आमीन, हालेलुया आमीन, हालेलुया आमीन, हालेलुया आमीन. धन्य धन्य यीशुना स्तुति के योग्य यीशुना, हर एक जुबान गाएंगे यीशु पवित्र है. धन्य धन्य यीशुना स्तुति के योग्य यीशुना,
यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, यीशु पवित्र है, मेरा यीशु पवित्र है। हालेलुया आमीन, हालेलुया। ओ रिबला बशगना वारी गना बशगना, ओ हालेलुया, हालेलुया आमीन, हालेलुया आमीन, ओ हालेलुया आमीन, हालेलुया आमीन, हालेलुया आमीन, हालेलुया आमीन। Thank you, Lord. Praise the Lord. Hallelujah. പരിശുദ്ധനേ നിനക്ക് മഹത്വം. Example for other believers, Lord, non-believers, Lord Jesus. We should set an example. Our behavior, our humbleness should be an example for others, Lord. We should set that, Lord. We should make that as first priority, Lord. Give us strength in us, Lord. And you have given such a wonderful platform, organized such a wonderful platform. We're glad, Lord. We never thought we'll sit at home and while online platform we should sit in God's presence, but you have done this, Lord. You have provided a way, Lord. Thank you, Lord. Thank you for giving such a wonderful benefits, Lord. Hallelujah. Hallelujah. There are many things that you have done in our lives, Lord. We should not forget His benefits. Hallelujah. We should never forget His benefits, Lord. Thank you, Lord. Once again, we are sitting in your presence for some more time. Be with us, strengthen us, speak to us, Lord. Everything else in the name of Jesus. I pray. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ ഇരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വീണ്ടും ഒരു പ്രഭാതം ദൈവം നമുക്ക് തന്നു. രാവിലെ സമയം ബലത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവിന്റെ ദയ നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതാത് ഭവനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എത്രയും വേഗം ആലയത്തിൽ വന്ന് ആരാധിപ്പാനുള്ള ക്രമീകരണം ഉണ്ടാകട്ടെ. കൊറോണ വൈറസിന്റെ ആ പ്രയാസം കുറയുന്നു എന്ന് വിചാരിക്കുമ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിൻ്റെയൊക്കെ നടുവിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പിന്നെയും ദൈവത്തെ കാത്തിരിക്കാം. ദൈവം അറിയാതെ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് നമുക്കിനിയും അത് കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് വരുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ നാം ആരാധനയ്ക്ക് അത് വിനിയോഗിക്കുന്നുള്ളൂ. ചർച്ചിൽ വന്ന് ആരാധിക്കുന്നത് പോലെ ഈ മീഡിയ മുഖാന്തരമായി അത്രയും സമയമൊന്നും നമുക്ക് ആരാധിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ തന്നെ അല്പ ഡിസ്റ്റർബ് ഒക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ സഹിച്ചും അത് ക്ഷമിച്ചും നമ്മൾ അത് ലഭിച്ച സാവകാശത്തിൽ കർത്താവിനെ സ്തുതിപ്പാനായി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ഇന്ന് 103 സങ്കീർത്തനം വായിക്കുവാനായി അത് മാത്യു ചായനെ ഞാൻ ഏൽപ്പിച്ചിരുന്നു ഒരു ചെറിയ പ്രബോധനം നൽകുവാനായി. എന്നാൽ അത് എന്നോട് തന്നെ വായിക്കാൻ ആവശ്യപ്പെട്ട്, കാരണം നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വായിക്കുന്നത് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായാൽ അത് ആലയത്തിൽ നിന്ന് തന്നെ അത് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ അത് അദ്ദേഹം പറഞ്ഞ സങ്കീർത്തനം വായിക്കുകയുണ്ടായി. നാം പലപ്പോഴും വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണെങ്കിലും ഇന്ന് രാവിലെ അതിൽ നിന്ന് ചില പുതിയ അതേ ആശയങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. അതെ, നമ്മുടെ ഭവനങ്ങളിൽ അത് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ഇല്ലാതിരിക്കുന്നവരുണ്ട്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ
ദൈവം അത് ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്നിരിക്കുമ്പോൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അത് ഇന്ന് രാവിലെ കാലം കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ നമുക്കായിരിക്കാം. അതെ, കർത്താവിന്റെ ദാസൻ, അതെ മാത്യു ചാൻ 10 മിനിറ്റ് സമയം അതെ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ആത്മീയ വെളിച്ചത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ താണിരിക്കാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ കർത്താവിന്റെ ദാസനും കുടുംബത്തിന്റെ സ്നേഹമെന്നത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു. വീണ്ടും നാം ഒന്നിച്ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനെ ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ തന്നല്ലോ. അന്യനെ അടുത്തല്ലെങ്കിലും മുഖാമുഖമായി കാണുവാനെ ദൈവം ഒരു മുഖാന്തങ്ങളെ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നതുപോലെ കാലം നാം ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നാം ഏവരും കർത്താവിന്റെ ദാസനിൽ നിന്ന് ഒരു ദൈവ ശുശ്രൂഷയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്, നിങ്ങളും ഞാനും. ആകയാല് ഞാനൊരു നീണ്ട പ്രബോധനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. എന്നാൽ ദൈവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വായിച്ചതായ സങ്കീർത്തനം നമുക്കേവർക്കും വളരെ പരിചയമുള്ളതായ സങ്കീർത്തനമാണ്. നാം പലപ്പോഴും ഉരുവിടുന്നതായ സങ്കീർത്തനമാണ്. പലർക്കും മനഃപ്പാഠമായി അറിയാവുന്ന സങ്കീർത്തനമാണ്. നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ആദ്യ 2 വാക്യങ്ങളെ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ഉൾപ്പെടെ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ ആദ്യ വാക്യങ്ങളെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി കൊടുപ്പാന്, ദൈവത്തിന് മഹത്വം കൊടുപ്പാന്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തായ നന്മകൾക്ക് വേണ്ടി നന്ദി പറയാൻ വേണ്ടി ദൈവത്തിന്റെ ദാസനായ ദാവീദ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു വാക്യം മാത്രം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിന്റെ 4-ാം വാക്യം, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ പ്രാണനെ ഹല്ലേലൂയ ദൈവം വിടുവിക്കുന്നു, മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു ഒക്കെയും നാം വായിക്കുന്നുണ്ട്. കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം ആരാണ്? വിടുവിക്കുന്നതിനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ സഹായിക്കുന്നതിനായ ദൈവമാണ്. ഹല്ലേലൂയ. മരണത്തിനുള്ള നീക്കുപോക്ക് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ ശക്തനാണ്. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി കടന്നു പോകുന്ന പാതകളൊക്കെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. വളരെ ഭീതിജനമായ അവസ്ഥകള് അല്ലെ നമ്മുടെ ഭവനങ്ങളില്, നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയില്, രാജ്യത്ത്, ലോകം പാടും ജനങ്ങളെ ഭീതിയാൽ കഴിഞ്ഞുകൂടുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയാനെ ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തന്റെ ജനങ്ങളെ ഹല്ലേലൂയ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവിടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ അവസ്ഥകൾ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ അവൻ പലവിധമായ സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ അനുഭവസ്ഥനാണ്. അവൻ പാടുന്ന പാട്ടിന്റെ ഒരു വാക്യമാണല്ലോ നാം വായിച്ച. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ ആട്ടിനായിരുന്നു, നമുക്കറിയാം. ഹല്ലേലൂയ. അവർ വനാന്തരങ്ങളിൽ ഹല്ലേലൂയ ആട്ടിനെ മേയിച്ച് നടന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതായ ഹല്ലേലൂയ മനുഷ്യനെ ഹല്ലേലൂയ ആടുകളെ മേയിച്ച് നടന്നായ ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് കാരണം ഹല്ലേലൂയ അവന്റെ ഭവനത്തിലെ ദൈവത്തിന് സ്തോത്രം സമ്മതനല്ലായിരുന്നു. അതെ, ദൈവത്തിന് സമൂഹത്തിൽ കൂടെ അതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിന്റെ പുത്രന്മാരിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്നാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രന്മാരെ, ഇസ്രായേലിന്റെ പുത്രന്മാരെ ഹല്ലേലൂയ ഓരോരുത്തരായി വിളിച്ചു വരുത്തി ഹല്ലേലൂയ അഭിഷേകത്തിന് വേണ്ടി ഹല്ലേലൂയ തയ്യാറാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇളയ മകനായ ആട്ടിടേനെ അവർ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അവൻ കുടുംബത്തിൽ സമ്മതനല്ലായിരുന്നു, അവൻ നിന്ദിതനായിരുന്നു, അവനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അത് അവന് പ്രയാസമല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർ ആയിഷയായി കൊണ്ടിരുമ്പോൾ ഞാൻ ഇവനെ അല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇവനെ അല്ല സെലക്ട് ചെയ്യുന്നു പറഞ്ഞ് അവസാനമായപ്പോൾ ഹല്ലേലൂയ നീ ആരുമില്ല എന്ന് വന്നപ്പോൾ അത് ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ഇന്നിന്റെ ഭവനത്തിൽ ആരുമില്ലയോ? ഹല്ലേലൂയ. അപ്പോൾ പറയുന്ന ഇനി ഒരുത്തനുണ്ട്, അവനെ ആടിനെ മേയ്പ്പാനായി വനാന്തരത്തിലേക്ക് പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എത്ര നല്ലവനാണ്. അതേ മാതാപിതാക്കള് സഹോദരങ്ങള് മാനിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അവനെ കണ്ടവനായൊരു ദൈവം, അവനെ അറിയുന്നവനായൊരു ദൈവം. ഹല്ലേലൂയ. അവൻ കടന്നു വരാതെ ഞാൻ ഭക്ഷണത്തിലിരിക്കയില്ല എന്ന് ശമൂവേൽ പറയും. അവനെ വരുത്തി ഹല്ലേലൂയ അവനെ അഭിഷേകം ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ
അനുഭവസ്ഥനായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ ചെയ്ത ദൈവത്തിന് സ്തോത്രമൊക്കെ അനേക കാര്യങ്ങൾ ദാവീദിനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും എന്റെ വാക്യത്തിന് അത് ഉദ്ദേശം അതല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കല് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവജനത്തെ അപമാനിച്ചുകൊണ്ട്, ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് ഹല്ലേലൂയ അവൻ പോർവരി ഓടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇവനുണ്ടായിരുന്ന ആത്മാവ് ഹല്ലേലൂയ അവനെ ബലപ്പെടുത്തി ഹല്ലേലൂയ അവൻ രാജസ്ഥാനിലേക്ക് കടന്നു എന്ന് പറയുന്നു. അതെ, ഞാൻ പോകാം ഹല്ലേലൂയ, ഈ ഗോലിയാത്തിനെ ഞാൻ പോയി തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം. അതെ, സ്തോത്രം ശൗനം മുഴുവൻ കടന്നു ചെല്ലുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം അവനെ രാജാവ് പറഞ്ഞുവിടുകയും ഹല്ലേലൂയ ഗോലിയാത്തിനെ കൊന്ന് അവന്റെ തലയുമായി കടന്നിരുന്നായ ഒരു ദാവീദിനെ നമുക്കറിയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമയത്തിന് ചുരുക്കത്താലാണ് ഞാൻ നിങ്ങൾ ഓടിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അത് കന്യമാർ പാടുന്ന പാട്ടുണ്ട്. ശൗല് 1000 പേര്, ദാവീദോ 10,000 പേര് എന്ന് പാടുന്നായ ഒരു ഗാനം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അന്ന് മുതൽ ഹല്ലേലൂയ ശൗലിന് ദാവീദിനോട് ശത്രുത്വം ഉണ്ടായി. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഇവനെ ഇല്ലാതാക്കണം, ഇവനെ മരണത്തൊന്നും അതേ ജീവനോട് വെക്കാൻ പാടില്ല, ഇവനെ കൊല്ലണമെന്നൊരു തീരുമാനം അവൻ എടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതികാരത്തിന്റെ മനോഭാവം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പല പ്രാവശ്യം ഹല്ലേലൂയ അവൻ അരമനയിൽ വെച്ച് അവനെ കൊല്ലുവാൻ വേണ്ടി കുന്തം ചാണ്ടിയായി നമുക്കറിയാം. ഹല്ലേലൂയ. അതിനുശേഷം മരണഭയത്താല് അവൻ അവിടുന്ന് ഓടിപ്പോയി വനാന്തരങ്ങളിലും ഒളിവിടങ്ങളിലും പാർത്തതായ ദാവീദിനെ നമുക്കറിയാം. ഹല്ലേലൂയ. ആ ദാവീദിനെ കൊല്ലുവാനായി ശ്രമിച്ചുവെങ്കിൽ ഹല്ലേലൂയ നാം വായിച്ചതുപോലെ ഹല്ലേലൂയ അവന്റെ ജീവനെ ഹല്ലേലൂയ നശിപ്പിക്കാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ദാവീദിന്റെ അനുഭവത്തിൽ നിന്ന് അവന് പറവാനുള്ളത് അവന്റെ ജീവനെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. അവനെ അവസാന രാജാവായി തീർത്തു. ഹല്ലേലൂയ. ഇസ്രായേലിൽ വലിയ രാജാവായി തീർപ്പാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മനസ്സ് തോന്നി എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുപോലെ അനേക ഭക്തന്മാരെ ദൈവത്തെ പഠിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. അതേ ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരായ തന്നെ ഭക്തന്മാരെ പലപ്പോഴും ഹല്ലേലൂയ ശത്രു നശിപ്പാനായി ആലോചനയിട്ടായി നമുക്കറിയാം. ഹല്ലേലൂയ. അതിലൊരു വ്യക്തിയാണ് ഇയ്യോബ്. ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന് എന്നെ സാക്ഷ്യം പറയാനുണ്ട്. ഹല്ലേലൂയ. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ അതെ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യഹോവ സാത്താനോട് എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം കിട്ടാവുന്നവനും അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ഹല്ലേലൂയ. അവനെ കുറിച്ച് യഹോവയായ ദൈവം ഒരു സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ ഹല്ലേലൂയ നിഷ്കളങ്കൻ, ഹല്ലേലൂയ നേരുള്ളവൻ, ഹല്ലേലൂയ ദൈവഭക്തൻ ദോഷം വിട്ടലങ്ങൻ. ഹല്ലേലൂയ. അത് ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് സാക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഇയ്യോബിന്റെ മേലെ ഹല്ലേലൂയ സാത്താൻ ദൃഷ്ടി വെച്ചു, അവനെ ഇല്ലാതാക്കുവാൻ അവൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഇത് 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധി ദൈവത്തിന്മാർ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ സാത്താനും കടന്നു ചെന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇയ്യോബിനെ ഇഷ്ടമായിട്ട് അവൻ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഹല്ലേലൂയ. അതേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവനെ സമ്മതിപ്പിച്ചു. ഹല്ലേലൂയ. അവനുള്ള സഭയിലും പിന്തുടരുവാനുണ്ടായി ദൈവം സമ്മതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇയ്യോബിനുള്ളതായ തന്റെ സ്വത്തുകളെ, തന്റെ പുത്രസമ്പത്തുകൾ ഹല്ലേലൂയ അവനുള്ള സകലതും നഷ്ടപ്പെട്ടു പോയെങ്കിലും ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറയാത്തതായ ഒരു ഇയ്യോബിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും കടന്നു വന്നപ്പോഴായ വാക്യമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നു, അതെ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേലെ കൈവെപ്പാൻ ഞാൻ നിന്നെ സമ്മതിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ അവനെ ഒന്ന് തൊടുക. ഹല്ലേലൂയ. തൊക്കിന് പകരം തൊക്ക്, എല്ലിന് അസ്ഥിക്ക് പകരം അസ്ഥി എന്ന് പറഞ്ഞ് നിന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ തള്ളി പറയുമെന്ന് പറയുന്നതായ ഒരു സാത്താനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനറിയാം ഇവൻ തള്ളി പറയത്തില്ല, അവൻ എന്റെ ഭക്തനാണ്. ഹല്ലേലൂയ. ആകയാൽ അവനെ അതെ സാത്താനിക ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം, നീ അവന്റെ പ്രാണനെ തൊടുവാൻ ഞാൻ അനുവദിക്കുന്നില്ല. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം നമുക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന്റെ ദാസനും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ഇയ്യോബിനെ നഷ്ടപ്പെടുത്താക്കുവാനായിട്ട്
പിശാചെ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അതെ, അവന്റെ കഷ്ടങ്ങളെ നാം വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അതിനുശേഷമായി പിശാച് അവനെ തൊട്ടു, അവന്റെ തൊക്കിന്മേൽ പരിക്കുണ്ടായി. ഹല്ലേലൂയ. അവനെ കരഞ്ഞ് ദിവസങ്ങളിൽ പ്രാർത്ഥനയായ കരയുന്നതായ ഒരു യോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവന്റെ കഷ്ടങ്ങൾ കണ്ടിട്ട് ഹല്ലേലൂയ, അവന്റെ ഭാര്യ അവനോട് പറയുന്നു, നീ ദൈവത്തെ ഉപേക്ഷിച്ച് നീ മരിച്ചു കളക എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ ചെയ്തത്, നീ ഒരു പൊട്ടിയെ പോലെ നീ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നന്മ മാത്രമല്ല തിന്മയിൽ നാം പ്രാപിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നതായ ഒരു യോബിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവന്റെ ദൈവത്തിന് സ്തോത്രം വേദന വർദ്ധിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയാനുള്ളത്, ഇങ്ങനെ ഞാന് എന്റെ തൊക്കുകളെ നിശ്ചയിച്ചതിന് ശേഷം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും, അന്യനല്ല എന്റെ സ്വന്തം കണ്ണാരെ കാണുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചതായ ഒരു യോബിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവിനോടെ സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷമായിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെയും മരിക്കുവാനായിട്ട് കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ച സാത്താന് മുമ്പില് യോബിനെ ഹല്ലേലൂയ ഒരു ജയാളിയായി നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മരണത്തിനുള്ള നീക്കമൊക്കെ ആർക്കുള്ളതാണ്? നമ്മുടെ ദൈവമായ യഹോവയിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ. യോബിനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുവാനായി സാധിക്കും. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ്ടും ഭക്തന്മാരെ കുറിച്ച് അനേകരെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ തൊട്ട് പറഞ്ഞ് വിടട്ടെ. ഹല്ലേലൂയ. വേറൊരു വ്യക്തിയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ. ഹല്ലേലൂയ. ദാനിയേൽ ഹല്ലേലൂയ ഭക്തനായ ഒരു യഹൂദനാണ്. അവന്റെ ദൈവപ്രകാരം ഹല്ലേലൂയ യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ജീവിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. രാജസന്നിയിൽ വിളങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അവനെ കണ്ടിട്ട് ഹല്ലേലൂയ ജാതികൾക്ക് സമാധാനമില്ല. ഹല്ലേലൂയ. അവർ ചിന്തിച്ചു, ഹല്ലേലൂയ ജീവിച്ചിരുന്നാല് ഞങ്ങൾ കിട്ടേണ്ടതായ യാതൊരു നന്മകളും ഞങ്ങൾക്ക് ലഭിക്കത്തില്ല, ഞങ്ങൾ എന്നേക്കുമായി ഹല്ലേലൂയ ഇവന്റെ അടിമയിലായി പോകുമെന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. അവനെ എങ്ങനെയെങ്കിലും കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഹല്ലേലൂയ അവർ രാജാവിലേക്ക് ചെന്ന് പറയാണ്, ഹല്ലേലൂയ നിന്റെ വിശ്വസ്തനായ ദാനിയേലുണ്ടല്ലോ, അവനെ ഹല്ലേലൂയ നിന്നെ ആരാധിക്കാൻ വേണ്ടി രാജാവിനെ ആരാധിക്കാൻ വേണ്ടി നീ അവനോട് പറയണം. ഹല്ലേലൂയ. അവന് ഹല്ലേലൂയ അവൻ ആരാധിക്കുന്നതായ യഹൂദന്മാരുടെ ദൈവത്തെ എല്ലാം നിന്നെ ആരാധിക്കാൻ വേണ്ടി പറയണമെന്ന് പറയുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. അത് അങ്ങനെ രാജകൽപ്പന പുറപ്പെടുവിച്ചാല് ഇന്ന് മുതൽ ഹല്ലേലൂയ രാജാവിനെ അല്ലാതെ ഹല്ലേലൂയ മറ്റു ദൈവങ്ങളെ ആരാധിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു രാജാവിന്റെ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ പാതുറന്നില്ല. ഹല്ലേലൂയ. രാജാവിനെ ആരാധിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അവനെ ജീവനോടെ സിംഹങ്ങളുടെ കുഴിയില് ഇടുവന്ന് ഉള്ളതായ ഒരു കൽപ്പന. ഹല്ലേലൂയ. അവൻ അറിയാം സിംഹത്തിന്റെ കുഴി അകപ്പെട്ടാല് അവന്റെ അസ്ഥി പോലും അവന് കിട്ടത്തില്ല എന്ന്. എന്നാൽ ദാനിയേലുണ്ടല്ലോ ഹല്ലേലൂയ അവന്റെ വിശ്വാസം മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. അവന്റെ പ്രത്യാശം മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. അവൻ പതറിയില്ല. അവൻ ദിവസങ്ങളിൽ പഴയതുപോലെ തന്നെ ഹല്ലേലൂയ അവൻ തന്റെ മാളികം ഹല്ലേലൂയ ദിവസം 3 വട്ടം ഹല്ലേലൂയ അവൻ പതിവ് പോലെ പ്രാർത്ഥിച്ചു. അവന്റെ പതിവ് പോലെ സാഹചര്യത്തിൽ അവൻ പതറിയില്ലാതെ കർത്താവിന്റെ സ്തോത്രം. അവൻ പതിവ് പോലെ ദിവസം 3 വട്ടം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈവൻ ഹല്ലേലൂയ അവനെ ഊറ്റിക്കൊടുവാനുള്ള അവന്റെ ശത്രുക്കൾ ഹല്ലേലൂയ അത് കണ്ടിട്ട് രാജാവിനെ എന്ന് പറയുന്നു, അവൻ പതിവ് പോലെ വീണ്ടും ചെയ്യുകയാണ്. നിന്നെ അവൻ ആരാധിക്കുന്നില്ല, നിന്നെ അവൻ വന്ദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ദാനിയേലിനെ രാജസ്ഥാനിലേക്ക് കൂടെ വന്നിട്ട് ഹല്ലേലൂയ അവനെ കുറ്റങ്ങളെ ഏറ്റു പറയുകയാണ്, രാജാവേ ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവനെ വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ എന്നെ വിടുവിച്ചില്ല എങ്കിലും സാരമില്ല, എനിക്ക് ഏതുമില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ കൽപ്പന നിന്ന് മാറിപ്പോകത്തില്ല, ഞാൻ എന്റെ സേവിക്കുന്ന ദൈവത്തെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ദൈവത്തെ അനുകരിക്കുന്ന നമ്മൾ കാണാൻ സാധിക്കും. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നുള്ള കാലം നമ്മൾക്കറിയാം. ഹല്ലേലൂയ. ദാനിയേലിനെ സ്തോത്രം സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടുകളയുന്നതായി നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ വിടുവിച്ചു. മരണത്തിൽ നിന്നുള്ള വീക്കമൊക്കെ യോഗ കൊടുത്തു. ദൈവം നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ശത്രുക്കൾ അവനെ ഇല്ലാതാക്കുവാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ ദൈവമായ കർത്താവ് ഹല്ലേലൂയ സിംഹങ്ങളുടെ വായടച്ച് ഹല്ലേലൂയ അവനെ സുരക്ഷിതമായി സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഒരു പട്ടുമത്തമേൽ കിടക്കുന്നത് പോലെ സിംഹങ്ങളുടെ പുറത്ത് കിടന്ന് അവന്റെ സമാധാനമായി കിടന്നുറങ്ങി. കർത്താവിന് സ്തോത്രം. ഈ ഭക്തനെ കർത്താവ് വിളിച്ചതായ ദൈവമായി വിടുതലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമുക്കറിയാം. ഹല്ലേലൂയ. 3 ബാലന്മാരെ
ചന്ദ്രക്കെ മേശക്കെ അവേന്ദ്രകോ ഹല്ലേലൂയ. അവർ എബ്രായ ബാലന്മാരാണ് ഹല്ലേലൂയ. യഹൂദന്മാരായ നിയമങ്ങൾ അനുഭവിക്കുന്നതായ അത് കുഞ്ഞുങ്ങളാണ് ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ അവർ ഹൃദയെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അവനെതിരായി ഹല്ലേലൂയ ശത്രു വീണ്ടും ഹല്ലേലൂയ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയാണ്, രാജാവേ ഇവര് ഹല്ലേലൂയ അവരവരുടെ ദൈവത്തെ ആരാധിക്കുന്നു ഹല്ലേലൂയ. അവർക്കൊരു കൽപ്പന കൊടുക്കേണ്ടത് ആവശ്യമാണ്. നീയൊരു ബിംബത്തെ നിർമ്മിച്ചിട്ട് ഹല്ലേലൂയ ആ ബിംബത്തെ ആരാധിപ്പാൻ വേണ്ടി നീ കൽപ്പിക്കണം ഹല്ലേലൂയ. അവരങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവർ ഹല്ലേലൂയ മരണത്തെ യോഗ്യരാകി തീരണമെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതായി കാണുന്നുണ്ട്. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ. അവനൊരു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഒരു ബിംബത്തെ അവിടെ ഉണ്ടാക്കി ഹല്ലേലൂയ. എന്നിട്ട് കൽപ്പന കൊടുത്തു ഹല്ലേലൂയ. ഇന്ന് മുതൽ ഹല്ലേലൂയ ഈ ബിംബത്തെ ആരാധിക്കാത്തവരെ ഹല്ലേലൂയ അഗ്നിക്ക് ദൈവത്തിന് സ്തോത്രം തീച്ചുള്ളിൽ ഹല്ലേലൂയ മരിക്കപ്പെടേണ്ട ഇവർ വന്ന് പറഞ്ഞൊരു കൽപ്പന അവിടെ പുറപ്പെടുവിക്കുന്നു ഹല്ലേലൂയ. ഈ ബിംബത്തെ മാത്രമേ ആരാധിക്കുന്നു പറയുമ്പോൾ ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങൾ കുലുങ്ങുന്നില്ല ഹല്ലേലൂയ. അവർ പതിവ് പോലെ അവർ ദൈവത്തെ ആരാധിച്ചു ഹല്ലേലൂയ. അവരെ വിസ്താരത്തിലേക്ക് കൊണ്ടിരുന്നു ഹല്ലേലൂയ. അവർക്ക് പറവാനുണ്ട് ഹല്ലേലൂയ, ഞങ്ങളെ വിടുവിപ്പാൻ ഒരുവനുണ്ട് ഹല്ലേലൂയ. ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ അവനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ഞങ്ങൾ അവനെ തള്ളി പറയത്തില്ല ഹല്ലേലൂയ. ഞങ്ങൾ അവനെ ഉപേക്ഷിക്കത്തില്ല ഹല്ലേലൂയ. ഇതിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവം അഥവാ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രകോവിനെ ഹല്ലേലൂയ ആ തീച്ചുള്ളിലേക്ക് വലിച്ചെറിയുന്നായം വായിക്കുന്നുണ്ട് ഹല്ലേലൂയ. ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രകോവിനെ തീച്ചുള്ളിലേക്ക് ഉപേക്ഷിച്ചതായ ജനങ്ങളെ അവരതിനകത്ത് മരിച്ചു പോയെങ്കിൽ ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രകോ ഹല്ലേലൂയ നാലാമനായ ഒരു വ്യക്തിയുടെ കൂടെ ഹല്ലേലൂയ ആ തീച്ചുള്ളിൽ അവർ ഹല്ലേലൂയ അവർ ഉലാവുകയാണ് ഹല്ലേലൂയ. ആ തീ കുണ്ടം ഹല്ലേലൂയ അവർക്ക് ആശ്വാസമാണ്, അവർക്ക് സന്തോഷമാണ് ഹല്ലേലൂയ. ദൈവം അവരെ വിടുവിക്കുന്നു ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ. മരണത്തുനിന്ന് വിടുവിക്കുന്ന ദൈവം ഹല്ലേലൂയ ആ ദൈവത്തെയാണ് ഹല്ലേലൂയ ദൈവമേ നാം ഓരോരുത്തരും ആരാധിക്കുന്നു ഹല്ലേലൂയ. ഇനി അനേകർക്ക് പറയാനുണ്ടെങ്കിലും ഹല്ലേലൂയ ഞാൻ തൊട്ടുതൊട്ട് പറയുന്ന വാക്യങ്ങൾ എടുത്തിട്ടില്ല, വിശീകരണം അതിന്റെ രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഹല്ലേലൂയ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്ന. കർത്താവിൻ നന്ദിയോടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ പറഞ്ഞിട്ട് ഞാൻ എന്നെ വചനത്തിൽ നിന്ന് വിരമിപ്പാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊരാരുമല്ല, യഹൂദന്മാരുടെ ഉദ്ധാരകനായിരിക്കുന്നതായ ഒരു മൊർദെഖായി ഹല്ലേലൂയ. ആ മൊർദെഖായി ഹല്ലേലൂയ നശിപ്പാനായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം, കടന്നു പോകുന്നില്ല ഹല്ലേലൂയ. മൊർദെഖായിയെ കൊല്ലുവാനായി അവനെ നശിപ്പാനായി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഹാമാൻ ഹല്ലേലൂയ ഒരു കഴിവൊരുക്കുകയാണ് ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യഹൂദന്മാരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ ഹല്ലേലൂയ ഒരു കഴിവ് ഒരുക്കിയിരിക്കുന്നു ഹല്ലേലൂയ. യഹൂദന്മാരെ ദൂഷിക്കുന്നവനായ യഹൂദന്മാരെ നിന്ദിക്കുന്നവനായ ഹാമാൻ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും മൊർദെഖായിയെ നശിപ്പിക്കണം. മൊർദെഖായി നശിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന് യഹൂദന്മാരെ സേവിക്കുന്നതായ ദൈവത്തെ സേവിപ്പാന് ഈ യഹൂദന്മാർക്ക് കഴിയില്ലല്ലോ ഹല്ലേലൂയ. ആകയാൽ അവനെ കൊല്ലുവാനായി തീരുമാനിച്ചിരിക്കുന്നതായി നമുക്ക് വായിക്കുന്നുണ്ട്. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം. എന്നാൽ യഹോവയായ ദൈവം ചെയ്തെന്തെന്നാണ് നമുക്കറിയാമല്ലോ ഹല്ലേലൂയ. അതേ മൊർദെഖായിയെ കൊല്ലുവാനായി അതെ നാട്ടിലിരിക്കുന്ന ഹല്ലേലൂയ ആ കഴിവ് മേലെ ഹാമാനെ തൂക്കുവാനെ ദൈവം തീരുമാനിച്ചു ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്ന ദൈവം ഹല്ലേലൂയ. ഇങ്ങനെ അനേക കാര്യങ്ങൾ ഇന്ന് കാലം പറയാനുണ്ടെങ്കിലും ഹല്ലേലൂയ എന്റെ സമയങ്ങളിൽ തീരുന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ഹല്ലേലൂയ. ഇന്ന് കാലം പല ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ ഹല്ലേലൂയ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം ഹല്ലേലൂയ. നമ്മുടെ ദൈവമാകിയാൽ നാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഈ ദിവസങ്ങളായി നാം കടന്നു പോകുന്ന പാതകളെ നമ്മൾക്കറിയാമല്ലോ ഹല്ലേലൂയ. ജനമൊക്കെയും ഭയഭീതരാണ്, ഞാൻ ഭയഭീതരാണ് ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവർ ഭയഭീതരാണ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദേശം അല്ലെ ഭയത്തിൽ കഴിഞ്ഞുകൂടുന്നു ഹല്ലേലൂയ. നമ്മുടെ ഭാരതം മൊത്തം ഭൂലോകമെങ്ങും ഹല്ലേലൂയ ജനങ്ങൾ ഭയത്തിൽ കൂടെ കഴിഞ്ഞുകൂടിയാണ്. എന്തു സംഭവിക്കുന്ന ഹല്ലേലൂയ. ആരംഭത്തിൽ എനിക്കും ഭയം ഉണ്ടായിരുന്നു കർത്താവിന്റെ സ്തോത്രം. എന്നാല് ദൈവം അതിനൊരു സമാധാനം തന്നു ഹല്ലേലൂയ. ഇന്ന് വളരെ സമാധാനമുള്ളവനായി ദൈവത്തെ ആരാധിക്കുകയാണ് ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹല്ലേലൂയ ഈ മാരകമായ രോഗം ഹല്ലേലൂയ ഈ മഹാമാരി ഏതെങ്കിലും ഒരു വ്യക്തി പിടിപെട്ടാല് കഴിഞ്ഞ ദിവസം വാണി ഭാഷ പറഞ്ഞു പോലെ ഹല്ലേലൂയ അന്യോന്യം സഹായിപ്പാൻ കഴിയത്തില്ല.
അന്യനെ സഹകരിപ്പാൻ കഴിയത്തില്ല, അന്യന്റെ സ്നേഹം പ്രകടിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരണം എല്ലാവർക്കും മരണഭയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല കൊറോണയുടെ പ്രോട്ടോകോൾ ഉണ്ട്. ഹല്ലേലൂയ. ആകെ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞസുമായാല് ആ കുഞ്ഞിനെ സൂക്ഷിപ്പാന്, ഒന്ന് തൊടുവാന്, അതിനൊന്ന് സഹായിപ്പാന് ഒരു പിതാവിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു പിതാവിന് എന്തെങ്കിലും അസുഖം കുഞ്ഞിനൊന്ന് സഹായിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന് ഭാര്യയെ സഹായിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ പ്രിയ ദൈവജനവേ, നമുക്ക് പറയാൻ ഹല്ലേലൂയ, നമ്മളെ വിടുവിക്കുന്നതിനായൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പറയുന്നത് ഹല്ലേലൂയ, കുഞ്ഞാടന്റെ രക്തം ഹല്ലേലൂയ നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ഇസ്രായേൽ ജനം ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തം മൂലമാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ആ കുഞ്ഞാടിന്റെ ഹല്ലേലൂയ രക്തം ഹല്ലേലൂയ അവരുടെ കട്ടൽക്കാൽവേലും കുറുമടിവേലും അല്ലെ അവർക്ക് അടയാളമായി, അവരുടെ പ്രൊട്ടക്ഷനായി ഹല്ലേലൂയ ഉണ്ടായിരുന്നതിനാല് ആ ജനങ്ങൾ ഹല്ലേലൂയ ആരെയും ഹല്ലേലൂയ സംഹാരകൻ തൊട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആ ജനങ്ങളെ രാജകൊട്ടാരം ഹല്ലേലൂയ ദേശം മൊത്തമായി ഹല്ലേലൂയ ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനങ്ങൾ ഹല്ലേലൂയ അത് തിടുക്കത്തിൽ പോണതായി ഒരുക്കത്തിലായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം വിലയേറിയതാണ്, അത് വിടുവിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് വീണ്ടെടുക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട നായകർത്താവ് ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ നായ ഹല്ലേലൂയ തന്റെ ഓമനകുമാരൻ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് ഒരു പെസഹ കുഞ്ഞാടായി കടന്നു വന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കുഞ്ഞാടിന്റെ രക്തം ഹല്ലേലൂയ നമ്മളെ വിടുവിക്കുന്നു, നമുക്ക് സൗഖ്യം തരുന്നു, നമുക്ക് ജീവൻ നൽകുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു. ഹല്ലേലൂയ. നമ്മളെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. പ്രിയ ദൈവജനമേ, കാലാകാലങ്ങളായി ദൈവം നമ്മളെ രക്ഷിച്ചുവല്ലോ. ഈ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഹല്ലേലൂയ നമ്മളെ ശുദ്ധീകരിച്ചല്ലോ, തന്റെ മക്കളാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. ഇത്രത്തോളം പ്രത്യാശയോടെ, ഇത്രത്തോളം സമാധാനത്തോടെ ജീവിപ്പാന് ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. വേറൊരു സഭയെ നമ്മളെ ഇതുവരെയും ശത്രു തൊട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മഹാമാരി ചുറ്റുപാടൊക്കെയും നാടവാടിയെങ്കിലും നമ്മുടെ ആരെയും ഭരണത്തെ ദൈവത്തിന് സ്തോത്രം തൊട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുഞ്ഞാടിന്റെ രക്തം നമുക്ക് അടയാളമായി, നമ്മുടെ ഭവനങ്ങൾ അടയാളമായി. ഹല്ലേലൂയ. വലിയ വിവാഹത്തിൽ നമ്മളെ വിടിയിച്ചെങ്കിൽ ഹല്ലേലൂയ ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ. എന്തും സംഭവിക്കടിച്ചിട്ട് പാടില്ല, നിന്നെ തൊടാതിരിക്കുന്ന നിന്റെ കഴിവല്ല, എന്റെ കഴിവല്ല, നമ്മുടെ വിശ്വസ്തതയല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മളെ വിടുവിക്കുന്ന ശക്തി നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സഭയായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഉപരിയായി അന്യനെ മധ്യസ്ഥിപ്പാനും പ്രാർത്ഥിപ്പാനും എനിക്കും എന്റെ പ്രിയപ്പെട്ട ദൈവം ഇടയാക്കുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദിവസം എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവദാസനോടതായ നന്ദി അറിയിക്കണം. ദിവസം ഞാൻ തോന്നുന്നു. ഈ പകൽക്കാലം കർത്താവിന്റെ മകളിൽ കൂടെ അനുഗ്രഹീതമായ ഒരാലോചന ദൈവം നമുക്ക് തന്നതുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനക്കാരനായ ഭക്തൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അത് വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ആണ് ഇന്ന് പകൽക്കാലം ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്. അത് ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അതേ പറയുന്നു. അതെ തന്റെ ജീവിതത്തിൽ ദൈവം വിടുവിച്ച വഴികളെ കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നൽകിയ വിടുതലിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് തന്നതാണ്. ഇന്ന് പകൽക്കാലം ആ വിടുവിക്കുന്ന ദൈവത്തെ ഒന്നുകൂടെ രുചിപ്പാൻ ദൈവം നമ്മെ ഭൂമിയിൽ വെച്ചിരിക്കുന്നു. ദാനിയേലിന്റെ ജീവിതത്തില്, മൊർദെഖായിയുടെ ജീവിതത്തില്, അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ ഭക്തന്മാരുടെയും ജീവിത അനുഭവങ്ങൾ, ഇയ്യോബിന്റെ ജീവിതത്തില് ഇന്ന് പകൽക്കാലം നാം കേട്ടതുപോലെ തന്നെ വിടുവിക്കുന്ന ആ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യമാണ് ഇതുവരെ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും വിടുവിച്ച് കാത്തത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് തന്റെ മകനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പിന്നെയും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അന്യോന്യം നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നാം ഓരോ സ്ഥാനങ്ങളിൽ ബലത്തോടെ നിലകൊള്ളുന്നു. ഒരല്പസമയം കൂടെ നമുക്ക് വചനത്തിന്റെ മുമ്പിൽ ആയിരിക്കാം. 103-ാം സങ്കീർത്തനത്തിൽ തന്നെയാണ് ഞാനും
ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നത്. അതിന്റെ 4-ാം വാക്യവും അതിന്റെ 8-ാം വാക്യവും അതിന്റെ 11-ാം വാക്യവും അതിന്റെ 17-ാം വാക്യവും അതിൽ നിന്ന് എനിക്ക് അത് പ്രകാശിപ്പിച്ചു തന്നത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ മകൻ ഏത് ഭാഗമാണ് എടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ എന്റെ മനസ്സിൽ ചിന്തയിലേക്ക് വന്നത് ആ 4-ാം വാക്യത്തിൽ ഉള്ള ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിപ്പാനാണ് ദൈവാത്മാവ് എനിക്കൊരു പ്രകാശം തന്നത്. അത് 4-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലൊക്കെ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായി നാം കാണും. ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, അതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ നമുക്ക് വളരെയധികം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപയെ കുറിച്ചും പല ആവർത്തി ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ദയയെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. നമുക്ക് വേഗത്തിൽ വരാം. 48-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യം, Psalms 48 അതിന്റെ 9-ാമത്തെ വേദവാക്യം. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെ കുറിച്ച് ചിന്തിക്കും. ലോകം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും നീറിപ്പുകയാണ്. ഓരോ ഭവനങ്ങളും വളരെ പ്രയാസത്തിൽ കൂടെ പോവുക, വളരെ പ്രയാസത്തിൽ കൂടെ. ഗുജറാത്തിൽ മരിച്ച ആ സഹോദരന്റെ വീട്ടിലേക്ക് എനിക്ക് ഒരു ഫോൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ ഫോൺ ചെയ്താൽ എടുക്കുമോ എന്നുള്ള സംശയത്തോടെ ഫോൺ ചെയ്യാതിരുന്ന് മറ്റു പലരോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞാൻ ഫോൺ ചെയ്തെങ്കിൽ അവർ എടുത്തില്ല. അപ്പൊ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിച്ചു പറഞ്ഞു, ആ സിസ്റ്റർ ഇപ്പോൾ ആരുടെയും ഫോൺ എടുക്കുന്നില്ല. അതുപോലെ മാനസിക വിഷമത്തിലാണ്. കാര്യം 46 വയസ്സുള്ള അവിടെ ഹസ്ബൻഡ് വേർപെട്ടു പോയതിലുള്ള ആ പ്രയാസം അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ ദൈവദാസനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനും അങ്ങോട്ടൊന്നും പോയില്ല. കാര്യം ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങും സീൽ ചെയ്തിരിക്കുകയാണ്. അവിടെയും ചിലർക്ക് കൊറോണ ഉള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് എല്ലാം ഒരു വലിയ വിഷമത്തിൽ കൂടെയും വേദനയിൽ കൂടെയും പലവിധ ചിന്തകളിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായി ഈ സമയം. എന്നാൽ സങ്കീർത്തനക്കാരൻ 48-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത്? ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കും. ഒത്തിരി ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങൾ ഇവിടെ ആലയത്തിലാണ്, നിങ്ങൾ വീടുകളിൽ ഇരിക്കുക. എന്നാൽ ഇന്ന് രാവിലെ കാലം നമ്മിൽ ഒത്തിരി ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ കൂടെ ബുദ്ധിമണ്ഡലത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ചിന്തിപ്പാനുള്ളത് ദൈവത്തിന്റെ ദയയെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ അന്തരാത്മാവ് ഉണർന്ന് നാം അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു ഭക്തനും ഏതൊരു ദൈവത്തിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തത് കൊണ്ട് ആരാധനയ്ക്ക് വന്നിരുന്നാൽ എന്തോ ഒരു മൂഡ് ഔട്ട് പോലെയൊക്കെ തോന്നുന്നു. എന്നാൽ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവം ഇതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും. അതെ, ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന്റെ ദയ 118-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, വായിച്ചാട്ടെ, Psalms 118 verse 1. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
അപ്പൊ നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരികൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എന്ന് പറയുന്നത് ശവക്കുഴി വരെ മാത്രമേ വരത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതുവരെയും വരത്തില്ല, വരാൻ പറ്റാത്തൊരു അന്തരീക്ഷം. എന്നാൽ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പറയുന്നത് അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ജീവിതത്തിൽ കലങ്ങി മറിയുന്ന അന്തരീക്ഷത്തിലും വേദനപ്പെടുന്ന അന്തരീക്ഷത്തിലും അതേ ഭാരങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിലും ദൈവത്തിന്റെ ദയ മാറാതെ, ആ ദയ എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ താഴോട്ട് പറയുന്നതും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. വായിച്ചാട്ട് താഴോട്ട്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയണം. വായിക്കാം. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയണം. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തര് പറയണം. പറഞ്ഞേ മതിയാവൂ. ദൈവത്തിന്റെ മന്ദിരത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കണം. മാത്രമല്ല, ആ ദയ എന്നേക്കുമുള്ള ദയയാണ്. ആ ദയയെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പറയണം ആ ദയയെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവസന്നിധി വരുമ്പോ വാ തുറന്ന് പറയണം, വാ തുറന്ന് പറയണം. ആരൊക്കെ അവിടെ പറയേണ്ടത്? ആരൊക്കെയാണ് പറയേണ്ടത്? ഇസ്രായേൽ പറയണം. നിർത്തിയ ഇസ്രായേൽ പറയണം. ഇസ്രായേലിന് പറയാൻ എന്തെങ്കിലും കാര്യങ്ങളോ? എത്ര ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് ഇസ്രായേലിന് ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പറയാൻ. ഊമവിഗ്രഹങ്ങളെ സേവിച്ച് ആത്മീയ പ്രകാശമില്ലാതെ കഷ്ടപ്പെട്ട് കിടന്ന ഒരു അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം അതിന്റെ പശ്ചാത്തലത്തിൽ പറിച്ചു മാറ്റി. അത് അബ്രഹാമിന് ഇസാക്കിനെ നൽകി. അവന് നക്ഷത്രങ്ങളെ പോലെ മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അതെ വർദ്ധിപ്പിച്ച് അതെ പിന്നെ യാക്കോബിൽ നിന്ന് 12 ഗോത്രം അങ്ങനെ അവരെ വർദ്ധിപ്പിച്ച് ഒരു വലിയ സമൂഹമാക്കി ദൈവം തീർത്തു. ഇസ്രായേൽ ഗ്രഹത്തിന്, ഇസ്രായേലിന് ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ഇസ്രായേൽ അങ്ങ് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. അടുത്ത് പറയുമ്പോൾ എന്താണ്? അഹരോൻ ഗ്രഹം പറയണം എന്ന് പറഞ്ഞാൽ മറ്റ് വീട്ടുകാരെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹരോനെയും അവന്റെ കുടുംബക്കാരെയും ദൈവം വേർതിരിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി. അപ്പോൾ അഹരോൻ ഗ്രഹം എന്ന് പറയണം, യഹോവയുടെ ദയയെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ നിർത്തുന്നില്ല. അടുത്തത് അവന്റെ ദയ എന്നേക്കുള്ളതെന്ന് യഹോവ ഭക്തർ പറയണം. അപ്പൊ മുഴുവൻ ഇസ്രായേലും പറയണമെന്ത്? ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്, കുറച്ചു നാളത്തേക്കല്ല. ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഏതെല്ലാം മഹാമാരി വന്നാലും, ഏതെല്ലാം പോരാട്ടങ്ങൾ വന്നാലും, ഏതെല്ലാം കലങ്ങി മറിഞ്ഞ അന്തരീക്ഷങ്ങൾ വന്നാലും, അതിന്റെ നടുവിലൊക്കെ ഇസ്രായേൽ മുഴുവനും പറയണം അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അഹരോന്റെ ഗ്രഹം പറയണം. ശുശ്രൂഷാ മുഖത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉദിച്ചു വന്നാലും, അത് ഒരിക്കൽ അഹരോന്റെ വിളിയെ കുറിച്ച് അത് ഒരു കൂട്ടർ പ്രശ്നം ഉണ്ടാക്കി, അത് വന്നില്ല മുമ്പോട്ട്. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു എല്ലാ ഗോത്രക്കാരും എന്ത് ചെയ്യട്ടെ, വടി കൊണ്ടുവരാൻ പറഞ്ഞു. 12 ഗോത്രത്തിന്റെ 12 വടി കൊണ്ടുവച്ചു. ആരെയാണ് വിളിച്ചിരിക്കുന്നത്? ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് തെളിയിക്കാൻ പോവുകയാ. എന്താ സംഭവിച്ചത്? അഹരോന്റെ പേര് എഴുതിയിരിക്കുന്ന എന്ത് ചെയ്തു? ആ വടി എന്ത് ചെയ്തു? തളർത്തു, പൂത്തു, ബദാം കായ്ച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ തെളിയിച്ചു. ഈ അഹരോനെ അവന്റെ കുടുംബത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ വിളിച്ചിരിക്കുകയാണ് ശുശ്രൂഷിക്കാൻ. നോക്ക്, അവന്റെ കുടുംബം പറയും ഒത്തിരി പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ ശുശ്രൂഷയ്ക്ക് നേരെ വന്നപ്പോൾ അവന്റെ ദയയാണ് എന്ത് ചെയ്തത്? കാലുകളുടെ പതരാതെ നിർത്തിയത് അവന്റെ ദയൊന്നു മാത്രമാണ്. ദൂരം ദൂരദാനഗതി
ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന മാത്രമല്ല ശുശ്രൂഷ, പ്രസംഗിക്കുന്ന മാത്രമല്ല ശുശ്രൂഷ. ദൈവത്തിന്റെ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ചെയ്യുന്ന ഏത് അത് ചെറിയതും വലുതുമായ ശുശ്രൂഷയുടെ നടുവിൽ അതിനു മുമ്പിൽ വന്ന എല്ലാ പോരാട്ടങ്ങളെ ജയിച്ചെടുക്കുവാൻ അത് അവന്റെ ദയ അത് നമ്മോടുകൂടി ഇരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തരെന്ന് പറയണം, അവന്റെ ദയ എന്നേക്കുള്ള. ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഓരോരോ പ്രതിബന്ധങ്ങൾ, അതിന്റെ ഒക്കെ നടുവിൽ ഉലഞ്ഞു പോകാതെ, വാടിപ്പോകാതെ, വീണു പോകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയ, ഇത് ചിന്തിക്കുമ്പോഴാ നമ്മുടെ ഒരു കഴിവുമല്ല നമ്മൾ നിന്നത്. അത് എന്തുകൊണ്ടാണ്? അവന്റെ ദയ കൊണ്ട് നമ്മെ എന്ത് ചെയ്തു? ഓരോ ദിവസം അവന്റെ ദയയാണ് നമ്മെ നടത്തിക്കൊണ്ടു. അതുകൊണ്ട് 136 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? അതിന്റെ ഓരോ വാക്യങ്ങളിലും എന്താ നമ്മൾ കാണുന്നത്? അവന്റെ ദയ എന്നേക്കുള്ളത്. എത്രയോ പ്രശ്നങ്ങൾ വന്നു. ദൈവം അവരെ മരുഭൂമി വഴിയായി നടത്തിക്കൊണ്ടത് വാഗ്ദത്ത കനാലിലേക്ക് വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, ഏതെല്ലാം ശക്തരായ രാജാക്കന്മാർക്ക് വിരോധമായി എഴുന്നേറ്റു. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ദൈവത്തിന്റെ ദയ അവരോടുകൂടി ഇരുന്ന് എന്ത് ചെയ്തു? അവരെ നടത്തിക്കൊണ്ടത് വഴികൾ ഓർക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന് വലിയ സമയത്തൊരുക്കത്താൽ പറയട്ടെ, നമ്മുടെ ഹൃദയം ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവന്റെ ദയയെ കുറിച്ച് ഓർത്ത്, അവന്റെ ദയയെ കുറിച്ച് അത് ചിന്തിച്ച്, അവന്റെ ദയവർക്ക് അവന്റെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ നമ്മുടെ ക്ഷീണങ്ങൾ മാറിപ്പോകും, നമ്മുടെ മന്ദതകൾ മാറിപ്പോകും, നമ്മുടെ എല്ലാ മയക്കങ്ങൾ മാറിപ്പോകും, നമ്മുടെ ആരാധനയിലുള്ള എല്ലാ ക്ഷീണങ്ങൾ മാറിപ്പോയി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്താണ്? അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ദൈവത്തിന്റെ ദയയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിന്റെ 11-ാം വാക്യം 103:11 103:11 ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. നോക്ക്, എത്ര വലിയ ദയാണ്. ആ ദയയെ കുറിച്ച് അത് പറയുന്നത് എങ്ങനെയാണ്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലിയ ദയ. രാവിലെ ദൈവസന്നി തലകളെ വണക്കുവാനിടയായത് എന്തുകൊണ്ടാണ്? അവന്റെ വലിയ ദയ. അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവന്റെ ദയ അത് മാറാത്തതാണ്. അവന്റെ ദയ എന്താണ്? വലിയ ദയയാണ്. സ്തോത്രം. മറ്റൊരു വേഗത്തിൽ വായിക്കാം. Psalms 94:18. 94:18. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. എന്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ക്ഷീണിക്കുന്ന കർത്താവേ, എനിക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിലുണ്ട് പ്രാർത്ഥിക്കാൻ, പക്ഷെ കഴിയുന്നില്ല കർത്താവ്. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അത് അടുത്ത ദിവസം എങ്ങനെയാ കർത്താവ്? എന്റെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പ് എങ്ങനെയാ? ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. വിളിച്ചു പറയട്ടെ, ഒന്ന് പുറകോട്ട് നോക്ക്. അത് ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ആ സ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ദയ നമ്മെ താങ്ങി. അവന്റെ ദയ നമ്മെ താങ്ങി നിർത്തുന്ന ദയയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ പൈതലേ, അവന്റെ ദയയെ കുറിച്ച് പിന്നെയും നമ്മൾ അത് ചിന്തിക്കുമ്പോ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പാനുണ്ട്. സമയമില്ലല്ലോ. നമുക്ക് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 31 3-ാം വാക്യം വായിച്ചാട്ടെ. ജെറമ്യ chapter 31:3 വായിച്ചാട്ടെ. യഹോവ
പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ദയ ദീർഘമാക്കിയിരിക്കുന്നു. ദീർഘമാക്കുന്ന ദയ. സ്തോത്രം. ചില പറയും ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇനി ഞാൻ ക്ഷമിക്കത്തില്ല കേട്ടോ. ഞാൻ 1-2 വട്ടമൊക്കെ ക്ഷമിച്ചു, ഞാൻ ക്ഷമിക്കത്തില്ല. എനിക്ക് ഇനി അതിനുള്ള എനിക്കുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് യിരെമ്യാവ് എന്താ പറയുന്നത്? ആ ദയ ദീർഘമാക്കി, കുറച്ചുകൂടെ നീട്ടി. നമുക്ക് അതിനൊരു ഉദാഹരണമായി ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക് ചാപ്റ്റർ 13 അതിന്റെ 6 തൊട്ടൊന്ന് വായിച്ച്. ലൂക്ക് ചാപ്റ്റർ 13 അതിന്റെ 6 തൊട്ട് വായിച്ച്. കർത്താവോട് ഒരു ഉപമ പറയുന്നത്. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട് 3 സംവത്സരമായി ഞാൻ ഈ അത്തിയുടെ അടുക്കൽ ഫലം തിരഞ്ഞു വന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കി കളയുക. എന്നാൽ എന്താ അവിടെ കാണുന്നത്? അതിനവൻ, കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളയിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം, കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. കുറച്ചുകൂടെ നീട്ടി ഒരു സംവത്സരം കൂടെ നോക്കാം, കളച്ച് വളമിടാൻ പോവുകയാ. യിരെമ്യാവിൽ എന്താ പറയുന്നത്? ദയ ദീർഘമാക്കി. എത്രയോ സന്ദർഭങ്ങളിൽ വെട്ടിക്കളയാൻ വന്നതാ ഇല്ലേ? നാം എടുത്തിയാടി ഓടി അങ്ങ് പോയി ഇല്ലേ? അന്നേരം വേണമെങ്കിൽ നമ്മളെ കളയാമായിരുന്നു ദൈവത്തിന്. പോട്ടെ പോട്ടെ, പോയ പോക്ക് അങ്ങ് പോക്കോട്ടെ. എടുത്തിയാടി ഓടി അങ്ങ് പോയി, എല്ലാം ഇട്ടേച്ചങ്ങ് പോയി. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല? നമ്മെ വെട്ടിക്കളഞ്ഞില്ല. എത്രയോ വട്ടം ഫലം തിരഞ്ഞു വന്നു, ഫലം കണ്ടില്ലെങ്കിലും എന്ത് ചെയ്തില്ല? വെട്ടിക്കളഞ്ഞില്ല. പിന്നെയും ഒരു ചാൻസ് കൂടെ തന്ന്, ഒരവസരം കൂടെ തന്ന്, കിളച്ച് വളവിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന് വില, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവന്റെ ദയ അത് മാറ്റമില്ലാത്തതാണ്. അവന്റെ ദയ നമ്മെ താങ്ങുന്നതാണ്. മാത്രമല്ല അവന്റെ ദയ നമുക്ക് വേണ്ടി ദീർഘമാക്കുന്ന ദയ. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ അതേ പാവപ്പെട്ട എളിയവൻ ഓർക്കുവാൻ കഴിയുന്നത്, അവൻ എനിക്ക് വേണ്ടി അവന്റെ ദയ ദീർഘമാക്കിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ബദല് ഫലം കായ്ക്കാത്ത നിമിഷങ്ങള്, ഫലം കായ്ക്കാത്ത സാഹചര്യങ്ങളില് അതേ പലപ്പോഴും നമ്മെ നീക്കിക്കളയാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്തുകൊണ്ട് നീക്കിക്കളഞ്ഞില്ല? അവന്റെ ദയ പിന്നെയും നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നുകൂടെ ദീർഘമാക്കി. ദൈവത്തിന് മഹത്വം. ഈ അത്തിവൃക്ഷം നിൽക്കുന്നത് തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത്. എവിടെയാ നിൽക്കുന്നത്? എവിടെയാ നട്ടിരിക്കുന്നത്? മുന്തിരിത്തോട്ടത്തില. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് നട്ടുവെച്ചിരിക്കുക. ഇന്ന് രാവിലെ കാലം നാം അത് ആയിരിക്കുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്ന് നമ്മെ യോഗ്യരാക്കി എണ്ണി നമ്മെ നിർത്തിയിരിക്കുമ്പോൾ അത് ഇന്ന് രാവിലെ കാലം തിരിഞ്ഞു ചിന്തിക്കണം. കർത്താവേ, അതെ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ എനിക്ക് ഫലം കായ്ക്കുവാൻ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന് കർത്താവേ, നിനക്ക് വേണ്ടി ഫലം കായ്ക്കാൻ എന്നെ ഒന്ന് ഒരുക്കി എടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ കാലം നാം ദൈവവാദത്തിലായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 63:7 വായിച്ചാട്ടെ. യെശയ്യാ ചാപ്റ്റർ 63:7. യഹോവ നമുക്ക് നൽകിയതുപോലൊക്കെയും ഞാൻ യഹോവയുടെ
പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാണിച്ച വലിയ നന്മയെയും നോക്ക്. അവനത് എങ്ങനെയുള്ള ദയാണ്? മഹാദയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 48 പറയുന്നത്. എന്താ 48:9 നമ്മൾ വായിച്ചത്? 48:9 നിന്റെ മന്ദിരത്തിന്റെ മധ്യേ നിന്റെ ദയയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ കാരണം ഈ ദയ മഹാദയാണ്. ഈ ദയ എന്റെ പ്രയാസ സന്ദർഭങ്ങളില്, അത് എന്റെ ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യങ്ങളില് എന്നെ താങ്ങുന്ന ദയയാണ്. മാത്രമല്ല ഈ ദയ അത് വലിയ ദയയാണ്. ഈ ദയ എന്നേക്കുള്ള ദയയാണ്. അതേ ഹല്ലേലൂയ. ഈ ദയയും ദീർഘമാക്കി എന്നോട് ഇടപെടുന്ന ദയയാണ് ദൈവത്തിന്റെ ദയ. മാത്രമല്ല 1000 തലമുറ വരെ നീന്നു അവൻ ദയ കാണിക്കുന്നവനാണ്. 1000 തലമുറ വരെ അവൻ നീന്നു. അത് ദയ കാണിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ ബദല് ഈ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ, നാം ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങിയാൽ, നാം ആ ദയയെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങിയാൽ, ആ ദയയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ, ഇന്ന് രാവിലെ കാലം നാം മൗനം ആയിരിക്കേണ്ട ഒരു വിഷയവുമില്ല. നമ്മൾ മൗനമായി ഇരിക്കത്തില്ല. നിശ്ചയമായും നമ്മുടെ അന്തരാത്മാവ് ഉണർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അത് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. അത് ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ഈ 103 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പല ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് അവന്റെ ദയ. ഇന്ന് രാവിലെ കാല ദയയുടെ മുമ്പിൽ ഇരിക്കുന്ന ദൈവത്തിന് ബദല് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, നമ്മുടെ തലകളെ ഒന്ന് വണക്കാം, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടത് കൊണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ അതേ വർഷമായി നമ്മൾ ഓരോരോ കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷെ കേട്ടത് കൊണ്ട് കാര്യമില്ല. അത് അനുസരിക്കുവാനുള്ള മനോഭാവത്തോടുകൂടെ, അത് ഏറ്റെടുക്കുവാനുള്ള മനോഭാവത്തോടുകൂടെ, അത് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനുള്ള മനോഭാവത്തോടുകൂടെ, ദൈവസന്നിധിയിൽ വിനയമായി ജീവിക്കാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ നമ്മളത് കേട്ട് ഏറ്റെടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹമായി തീരത്തുള്ളൂ. നമ്മൾ അനുസരണത്തെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? താഴ്മയെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ക്ഷമയെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അത് കൊല്ലങ്ങൾ ഒത്തിരി കഴിഞ്ഞു. പക്ഷേ കേട്ടത് കൊണ്ടായില്ല. കേൾക്കുന്നത് അധിക ശ്രദ്ധയോടെ കരുതി അതിൻ പ്രകാരം അതേ മുന്നോട്ട് പോകാൻ ദൈവത്തിന് ഒരു ആശീർവാദം ഇന്ന് രാവിലെ കാലം നമ്മുടെ ദൈവം പകരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ തുറന്ന് വായെ തുറന്ന് ഒരല്പസമയം കർത്താവിന്റെ തിരുമുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരുന്നായിട്ട് എല്ലാവരും ഈ ദിവസങ്ങളിൽ കൊറോണ നല്ല പകലിന്റെ വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലും, ഓരോ മാസങ്ങളിലും ഞങ്ങളെ നടത്തുന്ന ദൈവത്തോട് ഞങ്ങൾ നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ സമയം കർത്താവെ ഹല്ലേലൂയ മോൾസസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇത്രത്തോളം നീ ബലപ്പെടുത്തിയല്ലോ. കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകമായി പ്രേസിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പൈതലിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെ ഇതുവരെ സഹായിച്ചതിനായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രേസിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ ദിവസം കൊറോണ ഡ്യൂട്ടി ആയിരുന്നു. എന്നാൽ കർത്താവിന്റെ തിരുസാന്നിധ്യം പൈതലിനോടുകൂടി ഇരുന്ന് സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കൂടെ ജോലി ചെയ്ത ആ സഹോദരി കൊറോണ പോസിറ്റീവായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. എന്നാൽ പ്രേസിനെ കർത്താവെ ഹല്ലേലൂയ നിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. വരുന്ന ദിവസം ആ ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ അനുകൂലമായ ഒരു റിസൾട്ട് സ്വർഗം വഴിയാക്കണമേ. ആ കൊറോണ പോസിറ്റീവായ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. താവെ ആ സഹോദരിയെ വിടുവിക്കണമേ, സൗഖ്യമാക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതത്തിന്റെ കരം നിന്റെ മക്കൾക്ക് വേണ്ടി നീട്ടിയായിട്ട് സഹായിച്ചായിട്ട് കർത്താവെ. താവെ ഹല്ലേലൂയ ശിശുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെ എത്രത്തോളം കുടുംബമായി സഹായിച്ചു, കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ സഹായിച്ചു, കൊച്ചുമോളെ സഹായിച്ചു, അവരുടെ വഴികളെ സഹായിച്ചു, എല്ലാത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോക്ക്ഡൌൺ പീരീഡിൽ ഇതുവരെ കർത്താവ് എന്റെ മക്കളെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്ക് പിന്നെയും അത്ഭുതത്തിന്റെ കാര്യങ്ങൾ വഹിക്കണമേ. ശരീരാത്മകളെ ബലപ്പെടുത്തണമേ. ദാസിന്റെയും ദാസിയുടെയും കർത്താവ് ശരീരത്തിന് വേണ്ട ആരോഗ്യം ബലം കൊടുക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വഴികളെല്ലാം ദൈവസാന്നിധ്യത്തിൽ മറച്ച് അവരെ കാത്തുകൊള്ളേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സാമിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. താവെ പ്രിയ പൈതൽ ബാംഗ്ലൂരായിരുന്നപ്പോൾ നീ അത്ഭുതകരമായി പരിപാലിച്ച് സൂക്ഷിച്ചു പോറ്റി പുലർത്തി എല്ലാത്തിനായി സ്തോത്രം. കൃത്യമായി മുമ്പോട്ടുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ പൈതലിനെ കർത്താവിന്റെ കരങ്ങൾ
കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ സഹായിക്കണമേ. ഗോകട്ടിയിൽ നല്ലൊരു അഡ്മിഷൻ ലഭിച്ചു. എന്നാൽ കർത്താവ് ഈ ദിവസങ്ങളിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്നു ജ്ഞാനവും ദൈവകൃപയും നൽകി കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം സ്തോത്രം. ഇന്നുപോലെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും പ്രയാതിരിക്കുന്ന കർത്താവെ പ്രിയപ്പെട്ടവരുടെ അവിടെ വിഷയങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിച്ചാണ്ട് യാതൊരു കേട്ടിരിക്കാൻ ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. ആമേൻ. പാട്ടുപാടി സ്തോത്രം അയച്ചെടുക്കാം.
നന്ദി യേശുവേ. നമ്മുടെ കണ്ണുകളെ ഉയരത്തിലേക്ക് നമുക്ക് ഉയർത്താം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആരാധന ഇതുവരെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു, ദൈവം നമ്മെ ശക്തീകരിച്ചു, നമുക്ക് ആവശ്യമായ വചനങ്ങളെ നൽകി. അതേ അനുഗ്രഹീതമായ സാക്ഷി വാചകങ്ങൾ കേൾക്കുവാൻ കർത്താവ് അവസരം തന്നു. ദൈവസന്നിധിയിൽ ഇതുവരെ സ്തുതികളോടുകൂടെ സ്തോത്രങ്ങളോടുകൂടി ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അതേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഈ സമയത്ത് ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ ആ വ്യാപാരം ചില സ്ഥലങ്ങളിലൊക്കെ കൂടി വരുന്ന ഈ സാഹചര്യങ്ങളിൽ അതൊക്കെ പൂർണ്ണമായി മാറി ഒരു നല്ല അന്തരീക്ഷം ദൈവം തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ വിടുതൽ, ഓരോ ഗ്രാമങ്ങളുടെയും ഓരോ പട്ടണങ്ങളുടെയും ഓരോ സ്റ്റേറ്റിന്റെ വിടുതൽ, അത് ഓരോ കുടുംബങ്ങളുടെ വിടുതൽ. ഇപ്പോൾ ആരൊക്കെ രോഗിയായി ഭാരപ്പെടുന്നുവോ അതേ അവരെ കർത്താവ് സൗഖ്യമാകട്ടെ. അത് ദൈവമക്കളിലും പലരും രോഗികളായി തീർന്നിരിക്കുന്ന വിവരം അറിയുവാനിടയായി. ദൈവദാസന്മാര് ചിലരൊക്കെ രോഗികളായി തീർന്നിരിക്കുന്ന കാര്യം അറിയുവാനിടയായി. അവരെല്ലാം കർത്താവ് സൗഖ്യമാക്കട്ടെ. അതേ ദൈവമക്കളെ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ നാം പ്രാപ്തരല്ല. നമ്മുടെ കർത്താവിനോട് യാചിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സേർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആകയാൽ മനസ്സ് നുറുക്കത്തോടുകൂടെ തകർന്ന ഹൃദയത്തോടുകൂടെ നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാം. ഈ ദിവസങ്ങളിൽ ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഈ ദില്ലി പട്ടണത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഓരോ കോണുകളിലും ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ലോകമെമ്പാടും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കട്ടെ. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നറിയാതെ അനേകർ ഭാരപ്പെട്ട് കഴിയുമ്പോൾ അതേ ഈ സാഹചര്യത്തിൽ ദൈവം എല്ലാവർക്കും വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അത് സുരക്ഷിതരായി ഓരോ ദിവസവും ആയിരിക്കാൻ സ്വർഗത്തിൽ ദൈവം കരുണ ചെയ്യട്ടെ. അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതേ വേദനയോടുകൂടി ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പൽക്കാലം ഇതുവരെ ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ. അതിനായി ദൈവത്തോട് നന്ദി പറയാൻ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിന് വേണ്ടിയും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിനോട് നന്ദി പറയാം. അത് ദൈവം നമുക്ക് നൽകിയ ആമേൻ എല്ലാ അതേ നല്ല ദാനങ്ങളും അനുഗ്രഹങ്ങളും അത് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും യഥാസ്ഥാനങ്ങളില് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാട്ട്. എല്ലാവരും അതേ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, ഈ മഹാമാരിയിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മഹാമാരിയെ കർത്താവേ നീക്കണമേ. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളും വലിയവരും ആമേൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവിടുന്നത്. ആമേൻ, ഹല്ലേലൂയ. പകല് പ്രാർത്ഥിക്കുന്നു, രാത്രി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. സമയം കിട്ടുമ്പോഴൊക്കെ അതേ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതേ കഴിഞ്ഞ ദിവസം നാമും ദൈവം തന്ന സാവകാശങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മയും ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങൾ സ്വന്തം പിതാവേ, തിരുനാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എത്രത്തോളം കർത്താവേ സമയങ്ങളുടെ സന്നിധിയിൽ ആരാധിപ്പാൻ കൃപ ചെയ്ത് കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്തു. പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പാനും കർത്താവെ ഞങ്ങൾ സഹായിച്ചല്ലോ. കർത്താവെ, ദാസനെ കൂടി ഇടയങ്ങൾക്ക് നൽകിയ വചനത്തിന് മുമ്പിൽ ഇടയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമേ, കടന്നു വന്ന എല്ലാവരെയും ആരാധനയായിരിക്കുന്ന എല്ലാവരെയും കർത്താവിനെ വിജയിക്കാനും സഹായിക്കുമാറാകണം എന്ന് നമ്മുടെ അപേക്ഷിക്കുന്ന കർത്താവെ സ്തോത്രം. പേരുവരായ കുടുംബങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. സകല വിപത്തിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും സകല മഹാമാരിയിൽ നിന്നും കർത്താവെ വിടുവിച്ചുകൊള്ളുമാറാകണം. എത്രത്തോളം വിടുവിച്ച് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് ആവാലവർക്ക് എല്ലാവരെയും അനുഗ്രഹിച്ചാണ് സഹായിച്ചാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം. ദൈവമേ, വിവിധ ദേശങ്ങളിലായിരിക്കുന്ന അടിയങ്ങളെ കുറിപ്പിട്ടവർക്ക് വേണ്ടായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ദൈവമേ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ അടിയങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ആശ്വാസം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, ലോകമെമ്പാടും കർത്താവേ അങ്ങേ ആരാധിക്കുന്ന ഈ സമയത്ത് കർത്താവേ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു.
ദൈവമേ വിദേശങ്ങളിലെ കർത്താവ് ജോലി കാര്യങ്ങളിൽ ആയിരിക്കുന്നവരുണ്ട്, പഠനങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിയുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കുമാറാകണം. കർത്താവ് യുദ്ധത്തോളം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാനും കർത്താവ് ഞങ്ങളുടെ വചനങ്ങൾ കേൾപ്പാനും കർത്താവിനെ സഹായിച്ചല്ലോ. കർത്താവ് അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ കർത്താവെ ദൈവമേ ഇന്നത്തെ ആരാധനാലയങ്ങൾക്ക് കർത്താവെ അനുഗ്രഹമായി തീർക്കുമാറാകണം, കാത്തുകൊള്ളുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമ്പൂർണമായി തീർക്കത്തിലേക്ക് നിങ്ങളെ താഴ്ത്തി പറഞ്ഞു പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താവി പുതിയ അഭിഷേകത്തോടും പൊതുബലത്തോടും കൂടി ഞങ്ങളെ മടക്കി അയച്ചാട്ട് ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാ സ്ഥാനങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ കൃത്യമായി കർത്താവിന്റെ ദയയിൽ മറച്ചുകൊള്ളേണ്ടതിനാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളെ കൂട്ടായ്മകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആരാധനയോടുകൂടി മുന്നേറുവാൻ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവാതിക്കലായിരിക്കാൽ അവിടുത്തെ വരവേണ്ടി ഒരുങ്ങിയിരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ചാട്ട്. യാതന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. എല്ലാ മാനവും മഹത്വം കർത്താവിനെ അർപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഭൂലോകത്തിന്റെ നാനാഭാഗങ്ങൾ ചേർപ്പാക്കുന്ന സകലവിശുദ്ധന്മാരോടും നമ്മുടെ എല്ലാവരോടും കൂടി ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കാം. അല്ലേ എല്ലാവർക്കും വന്ദനം.